Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം. സർവീസ് റോഡ് അടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. അങ്കമാലി ദേശീയപാതയിൽ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ ഗതാഗത പരിഷ്കാരം കൊണ്ടുവരുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. പുലർച്ചെ 1 മണിയോടെയാണ് കരയാമ്പറമ്പ് ജംഗ്ഷനിലേക്കുള്ള സർവീസ് റോഡ് വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ച് അടക്കാൻ ശ്രമിച്ചത്. നിർമ്മാണം തുടങ്ങിയ ഉടനെ നാട്ടുകാരെത്തി പ്രതിഷേധം തുടങ്ങി. ഇവിടെ കരയാമ്പറമ്പ് ഈ സിഗ്നലിന്റെ സ്ഥലത്ത് ഈ പാതിരാത്രി ഞങ്ങൾ എത്തിച്ചേരേണ്ടി വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയും MLA യും MP ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ സിഗ്നൽ ജംഗ്ഷനിൽ ഒരു പുതിയ ട്രാഫിക് പരിഷ്കാരം നടത്താനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. നേരത്തെ ഓഫീസൊക്കെ പറഞ്ഞോണം, ട്രാഫിക് പരിഷ്കാരങ്ങൾ നടത്തുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഇവിടെ നിലവിൽ ഈ NHന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ NHന്റെ സാധാരണ 45 മീറ്ററിന്റെ വീതി കൂടുതൽ 65 മീറ്ററോളം വീതി എടുത്ത് ഇവിടെ ഒരു ട്രാഫിക് ഐലൻഡ് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സ്ഥലമാണിത്. അതിനുവേണ്ടി കുടിയിറക്കപ്പെട്ട ആളുകളും കെട്ടിടങ്ങളും നിരവധിയാണ്. അത്തരം ആളുകളുടെ ഇത് അക്വയർ ചെയ്ത് ഈ ഭൂമി സ്വന്തമാക്കി NH എടുത്തിട്ട് ഒരു ട്രാഫിക് ഐലൻഡ് രൂപീകരിച്ച് വണ്ടികൾ U-ടേൺ എടുത്ത് പോകാനുള്ള ഒരു ലാൻഡിങ് സ്പേസ് രൂപപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരു ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട സൗകര്യത്തെ പറ്റി ആലോചിക്കുന്നതിന് പകരം നിലവിൽ ഇപ്പൊ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ആളുകൾക്ക് വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യാൻ കിട്ടുന്ന സൗകര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു പരിഷ്കാരം നടത്താൻ വന്നപ്പോൾ ഞങ്ങൾക്ക് അതിന് തടയേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ തടയല് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇനി അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ആ സിഗ്നൽ സംവിധാനം നിലവിലുള്ളത് തന്നെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ബന്ധപ്പെട്ട അധികാരികളും മന്ത്രിയും ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതിനു വേണ്ട ഒരു സിഗ്നൽ ഐലൻഡ് രൂപീകരിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു ട്രാഫിക് പരിഷ്കാരമാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. അല്ലാതെ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന ഈ പരിഷ്കാരത്തെ ഞങ്ങൾ എതിർക്കുകയാണ്. അത് കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട സഹായങ്ങൾ ചെയ്ത് ഇവിടുത്തെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു കാര്യങ്ങൾ ഇടപെടണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. റോഡിൽ സ്ഥാപിച്ച ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് അവിടെ നിന്നും മാറ്റിയതിനു ശേഷമാണ് നാട്ടുകാർ പിരിഞ്ഞത്. എളവൂർ കവലയിൽ നിന്നും മങ്ങാട്ടുകര റോഡിൽ നിന്നും കരയാമ്പറമ്പ് ജംഗ്ഷനിലേക്ക് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് സ്ഥാപിച്ച ബോർഡുകളും നാട്ടുകാർ നീക്കം ചെയ്തു. മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയപാതയിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ജംഗ്ഷനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം കൊണ്ടുവരുന്നത്. അങ്കമാലി ഭാഗത്തുനിന്ന് തൃശൂർ റൂട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് കരയാമ്പറമ്പ് ജംഗ്ഷനിൽ സിഗ്നൽ കാത്തുനിർത്തിയിടാതെ പ്രത്യേക ലൈൻ സജ്ജീകരിച്ച് കടത്തിവിടാനാണ് മന്ത്രി നിർദ്ദേശിച്ചത്. പുതിയ പരിഷ്കാരം വരുമ്പോൾ എളവൂർ കവല ഭാഗത്തുനിന്ന് സർവീസ് റോഡിലൂടെ കരയാമ്പറമ്പ് ജംഗ്ഷനിലേക്കുള്ള വാഹന ഗതാഗതം തടയേണ്ടി വരും. പകരം സംവിധാനം ഒരുക്കാതെയാണ് റോഡ് അടച്ചിട്ടുള്ള ഗതാഗത പരിഷ്കാരം കൊണ്ടുവരുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ജംഗ്ഷൻ വീതി കൂട്ടി വികസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒട്ടേറെ നിവേദനങ്ങൾ നൽകി കാത്തിരിക്കുമ്പോഴാണ് ജംഗ്ഷൻ കെട്ടിയടച്ചുള്ള പുതിയ ഗതാഗത പരിഷ്കാരമെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രിയമുള്ളവരെ, ഇന്നിവിടെ ഈ പാതിരാത്രി നേരത്ത് ഉറക്കം വച്ച് ഇവിടെ ആളുകൾ കൂടേണ്ടി വന്നിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെ ബന്ദിയാക്കുന്ന ഒരു പരിഷ്കാരം NHന്റെ ഭാഗത്ത് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതിന് നമ്മൾ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിലെല്ലാം ആരും എതിരല്ല. പക്ഷെ നടപ്പിലാക്കപ്പെടുമ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു മുന്നൊരുക്കം നടത്താതെ ജനപ്രതിനിധികള്, വാർഡ് മെമ്പർമാര്, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോടെ ഉണ്ട്. ഇത്തരം ആളുകളോട് കൂടിയാലോചിച്ച് ഒരു പ്രദേശം ബ്ലോക്ക് ചെയ്യപ്പെടുമ്പോൾ ആ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ചെയ്യാതെയുള്ള നിലപാടാണ് ഇവിടെ NH അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏത് ഉത്തരവിന്റെ പുറത്താണെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് സഹായകരമല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ വന്നാൽ അതിനെ ശക്തമായി നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. ഇവിടെ NH അധികാരികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ NHന്റെ കരയാമ്പറമ്പ് ഭാഗത്ത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല.
ബൈ റോഡിന്റെ പണി പലയിടത്തും പൂർത്തീകരിക്കാതെ വളരെ ഇടുങ്ങിയ സ്ഥിതിയിലാണ് ഈ എളവൂർക്കാവില മുതൽ ഈ കരയാമ്പറമ്പ് വരെ ആ റോഡ് കിടക്കുന്നത്. അതുപോലെ തന്നെ സ്ലാബ് ഇടാതെ ആ കാനകളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇത്തരത്തിൽ അപകടകരമായ സ്ഥിതിക്ക് ശേഷം NHന്റെ ഒരു ഭാഗത്തും നിലനിൽക്കുമ്പോൾ പരിഷ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ട്രാഫിക് പരിഷ്കാരത്തിന്റെ പേരിൽ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളുമായി കൂടിയാലോചിക്കുന്നതിന് ആവശ്യമായ സമീപനം ഉണ്ടാകണം. അവരുടെ പ്രതിനിധികളായിട്ടുള്ള പ്രസിഡന്റ് അടക്കം വരുന്ന വാർഡ് മെമ്പർമാരടക്കം വരുന്ന ജനപ്രതിനിധികളെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഫലപ്രദമായ ഒരു സംവിധാനം ഉണ്ടാകണം. ഈ പ്രദേശത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുന്നതിന് ആവശ്യമായ സൗകര്യം ഈ കരയാമ്പറമ്പ് ജംഗ്ഷനകത്തുണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തി ഇവിടെ ഒരു ട്രാഫിക് ഐലൻഡ് സ്ഥാപിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനും പ്രധാനപ്പെട്ട പഞ്ചായത്തിന്റെ മൂക്കന്നൂർ പഞ്ചായത്തിലേക്ക് തിരിയുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ്. അവിടെയെല്ലാം വാഹനങ്ങൾ സുഗമമായി പോകുന്നതിന് ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങൾ അടച്ചു കളഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ശക്തമായി നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനായിട്ട്.